പുതിയ SCERT അപ്ഡേറ്റഡ് SCERT ബേസ് ചെയ്തുള്ള ലക്ഷ്യയുടെ ടെക്സ്റ്റുകളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ തവണത്തെ പോലെ അല്ല. സോഷ്യൽ സയൻസ് എല്ലാം ഹിസ്റ്ററി ജോഗ്രഫി എല്ലാം ഒരു ഇതിലാണ്. ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഇവയെല്ലാം തന്നെ ഒരു ടെക്സ്റ്റിലാണ്. കഴിഞ്ഞ തവണ അങ്ങനെ അല്ലായിരുന്നു, എല്ലാം സെപ്പറേറ്റ് ആയിട്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാം ഒരു ടെക്സ്റ്റിലാണ്. അതിനകത്ത് തന്നെ ഓരോ ക്ലാസ്സുകളായിട്ട് ബേസ് ചെയ്തിട്ട് ക്ലാസ് 5 പാർട്ട് 1 പാർട്ട് 2 പിന്നെ ക്ലാസ് 6 7 അങ്ങനെ 10ാം ക്ലാസ് വരെയുള്ള 2 പാർട്ടായിട്ടാണ് സോഷ്യൽ സയൻസ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാം ഇവരിതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയഗ്രാംസ് ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാം അതിനകത്ത് നിന്നൊന്നും മിസ്സാവാതെ എല്ലാം തന്നെ ഇവർ ലക്ഷ്യയിൽ കറക്റ്റായിട്ട് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ചാൽ മതി. നമുക്ക് എന്താണ് SCERT ബേസ് ചെയ്തിട്ട് നോക്കണമെങ്കിൽ ഒരു ഒറ്റ ടെക്സ്റ്റ് നോക്കിയാൽ മതി. സോഷ്യൽ സയൻസിൻ്റെ എല്ലാം കിട്ടും. പിന്നെ ഫിസിക്സും അതുപോലെ തന്നെ. കഴിഞ്ഞ തവണ മൊത്തത്തിൽ സയൻസ് എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 3 ആയിട്ടാണ്. ഫിസിക്സും നേരത്തെ സോഷ്യൽ സയൻസിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് തന്നെ ഓരോ ക്ലാസ്സിൻ്റെ ഓരോ പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 10ാം ക്ലാസ് വരെയുള്ളത്, പാർട്ട് 2 വരെയുള്ളത് ഓരോ ലെസൺസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഈ പറഞ്ഞത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എല്ലാം. ഡയഗ്രാംസ് പിന്നെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഡ്യൂബിറ്റബിൾ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ടെക്സ്റ്റിനകത്ത് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇതിനകത്ത് ഫിസിക്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഡയഗ്രാംസ് കൊടുക്കേണ്ടത് ഡയഗ്രാംസ്, പിന്നെ ടീച്ചേഴ്സ് ടെക്സ്റ്റിൽ നിന്നുള്ള ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സിനെയും കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സെയിം ആണ് കെമിസ്ട്രി. ഓരോ ക്ലാസ്സുകളിലെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ക്ലാസ് 5 ക്ലാസ് 6 അങ്ങനെ 10ാം ക്ലാസ് വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്. ഫിസിക്സിലും നമ്മൾ പറഞ്ഞ കണക്ക് തന്നെയാണ് എല്ലാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അങ്ങനെ ബോക്സിനകത്ത്, പിന്നെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തെ പോയിന്റുകൾ വരെ ഇവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡയഗ്രാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബയോളജിയിലോട്ട് വരുവാണെങ്കിൽ സെയിം തന്നെയാണ്. വളരെ യൂസ്ഫുള്ളാണ്. PSC ഒരു ഉദ്യോഗാർത്ഥിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് SCERT മൊത്തം കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റുകൾ വളരെ യൂസ്ഫുള്ളാണ്. ഇതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണ്. ഡയഗ്രാംസ് അതുപോലെ തന്നെ പോയിന്റുകളായാലും നമുക്ക് പെട്ടെന്ന് ആയിട്ടുള്ള രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പ്രത്യേകം ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ എപ്പോഴത്തെയും പോലെ തന്നെ ലക്ഷ്യ ഇപ്രാവശ്യവും തന്നെ എന്താണ് വളരെ നല്ല രീതിയിലാണ് ഈ SCERT ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ഇറക്കിയിട്ടുള്ളത്. മൊത്തത്തിൽ 4 ടെക്സ്റ്റാണുള്ളത്. മാത്സിൻ്റെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പം അതിൽ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഒക്കെ വരുന്നുണ്ട്. സിവിക്സും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത്. ഓരോ ചാപ്റ്റർ ആയിട്ടാണ്, ഓരോ ക്ലാസ്സിലെ ചാപ്റ്റർ ആയിട്ടാണ്. അതിൽ ഹിസ്റ്ററി മാത്രം ഒരു സെക്ഷൻ, ജോഗ്രഫി മാത്രം ഒരു സെക്ഷൻ അല്ല. അത് നമ്മൾ തന്നെ നോക്കി മനസ്സിലാക്കി എടുക്കണം. എല്ലാ ക്ലാസ്സുകളിലെയും ഓരോന്നായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്, ഓരോ ചാപ്റ്ററുകൾ. കഴിഞ്ഞ തവണ ഹിസ്റ്ററിക്ക് ഒരു ടെക്സ്റ്റ്, ജോഗ്രഫിക്ക് ഒരു ടെക്സ്റ്റ്, എക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഒരു ടെക്സ്റ്റ് ആയിരുന്നു എക്കണോമിക്സിന്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, ഇതെല്ലാം കൂടെ ഒരെണ്ണത്തിലാണ്. അതിനകത്തുനിന്ന് നമുക്ക് എല്ലാം നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ വളരെ വിശദമായിട്ടുള്ള പോയിന്റ്സുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ടെക്സ്റ്റ്. പിന്നെ അധിക വായനയ്ക്കെന്നൊക്കെ പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ ഇല്ലാത്ത കുറച്ച് എക്സ്ട്രാ പോയിന്റ്സുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഉപകാരപ്രദമാണ് PSC ഉദ്യോഗാർത്ഥികൾക്ക്. എല്ലാ SCERTക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻസ് വളരെ കൂടി വരുവാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ടെക്സ്റ്റുകൾ വാങ്ങിച്ചു വെക്കുന്നത് നമ്മളുടെ പരീക്ഷയ്ക്ക് ഒരു സഹായം തന്നെ ആയിരിക്കും.